സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്ത് താൻ ബന്ധപ്പെട്ടുവെന്നത് ജോൺ മുണ്ടക്കയത്തിന്റെ ഭാവനാ സൃഷ്ടിയെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. സമരം അവസാനിപ്പിക്കാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരാണ് തന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് സമരം അവസാനിച്ചതെന്നും നാൾവഴികളും വസ്തുതകളും പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി കണ്ണൂരിൽ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് വിളിച്ചാണ് താനുമായി സംസാരിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. സമരം അവസാനിപ്പിക്കാൻ ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാണെന്നും ഈ കാര്യം CPIM നേതൃത്വത്തെ അറിയിക്കാമോ എന്നും തിരുവഞ്ചൂർ ചോദിച്ചു. പിന്നാലെ പലതവണ തിരുവഞ്ചൂർ ഫോണിൽ ഇങ്ങോട്ട് ബന്ധപ്പെട്ടുവെന്നും അതിനെ തുടർന്നാണ് ചെറിയാൻ ഫിലിപ്പിനൊപ്പം തിരുവഞ്ചൂരിനെ കണ്ടതെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPI നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണമെന്ന LDF ആവശ്യത്തിൽ തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ഈ കാര്യം ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാൻ തൻ്റെ ഒപ്പം വരണമെന്നും തിരുവഞ്ചൂർ അഭ്യർത്ഥിച്ചു. ഉമ്മൻചാണ്ടിയെ കാണാൻ പോയപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ആവശ്യങ്ങൾ ഉമ്മൻചാണ്ടി അംഗീകരിച്ചു. ഇക്കാര്യം താൻ CPIM നേതൃത്വത്തെ അറിയിച്ചു. ഇതുവരെയായിരുന്നു ഇക്കാര്യത്തിൽ തൻ്റെ ഇടപെടലെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പിനെ കണ്ട് മാധ്യമപ്രവർത്തകർക്ക് താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകനായല്ല CPIM പ്രവർത്തകനായാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. LDF നേതാക്കളെല്ലാം സമരമുഖത്തായതിനാൽ അവരെ ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ടാകാം തിരുവഞ്ചൂർ തന്നെ വിളിച്ചതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബ്രിട്ടാസ് മറുപടി നൽകി. കൈരളി ന്യൂസ്, കണ്ണൂർ.